ഐക്യജനാധിപത്യ മുന്നണി ഇരിങ്ങാലക്കുടയിൽ വീണ്ടും ചരിത്രപരമായ നേട്ടം നേടിയിരിക്കുകയാണ്. 12,500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എതിരാളിയെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം ഞങ്ങൾ ആഘോഷിക്കുന്നത്. ഇരിങ്ങാലക്കുട പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ഭൂരിപക്ഷം നൽകാൻ ഇരിങ്ങാലക്കുടയിലെ വോട്ടർമാർ തയ്യാറായി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ തരംഗത്തിനനുസരിച്ചിട്ടല്ല ഇരിങ്ങാലക്കുടയിലെ വോട്ടിംഗ് നില എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കഴിഞ്ഞ തവണ കേരളം ഇടതുപക്ഷ ജനാധിപത്യത്തിൽ തൂത്തുവാരിയ അവസരത്തിൽ 8,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ചരിത്രമാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഇരിങ്ങാലക്കുടയിലുള്ളത്. ഈ തെരഞ്ഞെടുപ്പിലും ആ വിജയം ആവർത്തിക്കാൻ സാധിച്ചത് ചെറിയൊരു കാര്യമല്ല എന്ന് ഞാൻ കരുതാം. UDFന് അത്ര അനുകൂലമല്ലാത്ത വലിയ തരംഗമുണ്ട് എന്ന് അവകാശപ്പെടാൻ കഴിയാത്ത തെരഞ്ഞെടുപ്പ് പോലും പുറത്തുവരുന്ന സാഹചര്യത്തിൽ വളരെ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണി ഇത്രയും മികച്ച ഭൂരിപക്ഷം കരസ്ഥമാക്കുന്നത്. ഇത്രയും മികച്ച ഭൂരിപക്ഷത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്ത് ഈ നിയോജക മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തോമസ് കുഞ്ഞാടൻ നിർവഹിച്ച വികസന പ്രവർത്തനങ്ങൾക്കും ജനകീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കുമുള്ള ഒരു വോട്ട് ആണ് ഇത് എന്ന് ഞാൻ കരുതാം. ഈ തെരഞ്ഞെടുപ്പിൽ യാതൊരു സങ്കോചവുമില്ലാതെയായിരുന്നു ഐക്യജനാധിപത്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയതും അവസാനിപ്പിച്ചു. തൃശൂർ ജില്ലയിൽ ആദ്യമായി നിയോജകമണ്ഡല കൺവെൻഷൻ നടന്ന നിയോജകമണ്ഡലം ഐക്യജനാധിപത്യം. ആ കൺവെൻഷൻ മുതൽ ചിട്ടയായിട്ടുള്ള അടുത്തുള്ള പ്രവർത്തനമായിരുന്നു പോളിംഗ് കഴിഞ്ഞ് പെട്ടി ക്രൈസ്റ്റ് കോളേജിന്റെ ഓഡിറ്റോറിയത്തിലെ സ്ട്രോങ് റൂമിൽ കൊണ്ടുവയ്ക്കുന്നത് വരെയുള്ള ഐക്യജനാധിപത്യത്തിന്റെ പ്രവർത്തനം. അതിന് കക്ഷി വ്യത്യാസമോ രാഷ്ട്രീയ പാർട്ടികളുടെ വ്യത്യാസമോ മുന്നണിയിലെ ചെറുപ്പം വലുപ്പം ഒന്നും നോക്കാതെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെ മുഴുവൻ പ്രവർത്തനവും ഈ നിയോജകമണ്ഡലത്തിൽ A മുതൽ Z വരെയുള്ള ഐക്യജനാധിപത്യ പ്രവർത്തനം നടന്നത്. തികഞ്ഞ സന്തോഷത്തിലാണ് ഐക്യജനാധിപത്യത്തിന്റെ നേതൃത്വം തെരഞ്ഞെടുപ്പിൽ പല ഘടകങ്ങളും സ്വാധീനിക്കാൻ യോഗം. ഉണ്ണിയാടന്റെ ഒരു എഫക്റ്റ് ഈ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിക്ക് അത്ര മേൽക്കൈ ലഭിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ മികച്ച ഭൂരിപക്ഷം വീണ്ടും ആവർത്തിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഒരു പരിധിവരെ ഒരു ഉണ്ണിയാടന്റെ ഒരു സ്വാധീനത്തിന്റെ കൂടി വലയത്തിൽപ്പെട്ടിട്ടുള്ള വോട്ടർമാരുടെ വോട്ട് ലഭിച്ചുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്.